not a game. It's a rich thing. സോ ഇന്നൊരു ട്രാവൽ വീഡിയോ അല്ല കേട്ടോ. ട്രാവൽ വീഡിയോ പുറകെ വരുന്നുണ്ട്. ഇന്നൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. വൈകുന്നേരം ഒരു പണിയില്ലാണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ യാസിൻ ബ്രോ വിളിക്കുന്നത്. യെസ്, യാസിൻ മുഹമ്മദ്. ആള് ചില്ലറക്കാരനല്ല കേട്ടോ. ഒരുവിധം എല്ലാ റൈഡേഴ്സിനും ഫെമിലിയറാണ് നമ്മുടെ യാസിൻ ബ്രോയെ. യെസ്, യാസിൻ ദ ഗാങ്സ്റ്റർ. അങ്ങനെ നമ്മുടെ ആലുവ മെഗാ മോട്ടോഴ്സിൽ നിന്ന് വണ്ടിയെടുത്ത് ഞങ്ങൾ രണ്ടാളും ഇറങ്ങി ചെറിയൊരു ഓഫ് റോഡ് ട്രയൽസിനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം മാത്രമാണ് ഞാൻ എക്സ്പൾസ് ഓടിച്ചിട്ടുള്ളത്. അതൊരു BS4 എഡിഷൻ. പിന്നീട് ഇതേ ഇപ്പോഴാണ് ഈ BS6 ബൈക്ക് ഓടിക്കുന്നത്. നല്ലൊരു വ്യത്യാസം തന്നെ ആദ്യമേ ഫീൽ ചെയ്തു. എന്തായാലും ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന എഞ്ചിൻ സ്പെക്കും ഡൈനാമിക്സും ഒന്നും പറഞ്ഞ് ഞാനിവിടെ ഉറപ്പിക്കുന്നില്ല. ഒരു ബൈക്കിനോടുള്ള ക്രേസ് എന്നുള്ള രീതിയിൽ ചെറിയൊരു റിവ്യൂ. ഈ ഒരു ഏരിയ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? അത് തന്നെ നമ്മുടെ പ്രേമം ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ. മേരിയും ജോർജും ഒക്കെ പ്രണയിച്ച് കിടന്ന ആ പാലം. R15 കുനിഞ്ഞിരുന്ന് ഓടിക്കുന്ന എനിക്ക് ഈ എക്സ്പൾസിന്റെ സീറ്റിംഗ് ശരിക്കും ഒരു റിലീഫായിരുന്നു. നല്ല അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡിംഗ് പോസ്ചറും. സീരിയസ്ലി നോ സ്ട്രെയിൻ, നോ പെയിൻ. ശരിക്കും നല്ല കംഫർട്ടായിട്ടൊരു സീറ്റിംഗ്. കണ്ടില്ലേ, ഒരു ഗട്ടറും ഹമ്പും ഒന്നും ഇവനൊരു വിഷയമല്ല. എക്സ്പൾസിന്റെ ലോങ് സസ്പെൻഷൻ ട്രാവൽ ഒരു രക്ഷയില്ല. അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ശരിക്കും ഇപ്പോഴത്തെ BS6 നോംസ് കമ്പയർ ടു പ്രീവിയസ് വേർഷൻ അത്യാവശ്യം നല്ല ഗുഡ് അപ്ഡേറ്റ്സ് ആണ് വന്നേക്കുന്നത്. എന്തായാലും ചെറിയൊരു സ്ലഷി ട്രാക്സ് ഒക്കെ പരീക്ഷിക്കാനായിട്ടാണ് ഇവിടേക്ക് വന്നത്. ഇതുവരെയും ഇതുപോലെയുള്ള ടെറൈൻസ് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, വണ്ടി R15 ആയത് കാരണം. അതൊരു സ്പോർട്സ് ബൈക്കാണ്. R15 കൊണ്ട് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റും. എന്നാലും ഒരു തുമ്പിയെ കണ്ട് കലടിപ്പിക്കുന്ന പോലെ തന്നെയാണ് അത്. അതൊരു ട്രാക്ക് ഓർ ഹൈവേ ഓറിയന്റഡ് ബൈക്കാണ്. ഈ പോത്ത് നൈസായിട്ടൊന്ന് പണി തരുമെന്ന് പേടിയില്ലാതില്ല. സീനൊന്നും ഉണ്ടായില്ല. ഫൈനലി ഇനി ഫോട്ടോ സെക്ഷനാണ്. യാസിൻ ബ്രോ അടിപൊളി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഒരു ടൂറിങ്ങിന് പറ്റിയ ബൈക്കാണോ എന്ന് ചോദിച്ചാൽ ഒരു ലീനിയർ പവർ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 60-70 സ്പീഡിൽ ക്രൂസ് ചെയ്യുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ മൈലേജ് കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരാൾക്കോ ഓക്കെയാണ്. എന്തായാലും ഒരു ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കോ ഇവനെ തള്ളിക്കളയാൻ പറ്റില്ല. എക്സ്പൾസ് ഒരു നോർമൽ ബഡ്ജറ്റ് ഓഫ് റോഡർ എന്നതിൽ ഒരു സംശയവും ഇല്ല. ദ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ യാസിൻ ബ്രോ. ആൾക്ക് 2 വണ്ടിയുണ്ട്, ഒരു എക്സ്പൾസും V3യും. സീരിയസ്ലി ഹീസ് മാഡ്ലി ഇൻ ലവ് വിത്ത് ദിസ് മെഷീൻ. മൂപ്പര് അതും കൊണ്ട് കയറാത്ത കാടോ മലയോ ഓഫ് റോഡോ ഒന്നുമില്ല. എന്തായാലും യാസിൻ ബ്രോയുടെ കൂടുതൽ വീഡിയോസും ഓഫ് റോഡ് ട്രിപ്സും എല്ലാ ആളുടെ ചാനലിൽ അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. യാസിൻ ബ്രോയുടെ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. കണ്ടില്ലേ, ഇത് സിമ്പിളായിട്ടാ എക്സ്പൾസ് ഇത്രയും വലിയ കുഴിയൊക്കെ അങ്ങോട്ട് കവർ ചെയ്തേ. സോ വണ്ടിയെ പറ്റിയുള്ള എന്ത് എൻക്വയറിക്കും പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മെഗാ മോട്ടോഴ്സ് ആലുവ ആൻഡ് യാസിൻ ബ്രോ.